ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതെന്താണെന്ന് പറയാനായിട്ടാണ് ഞാൻ ഓൺ വോയിസിൽ വന്നത്. ഹലോ, അപ്പോൾ എല്ലാവർക്കും ഹായ്. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻബോക്സിലൊക്കെ, മെസ്സേഞ്ചറിൽ ഓപ്പൺ ചെയ്താലും ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഒന്നും ഇടാത്തത്, ഡെലിവറി കഴിഞ്ഞില്ലേ, തിരക്കൊക്കെ മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് വോയിസ് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിലാണ്. മാർച്ച് 21 തീയതിയാണ് കേട്ടോ അനിയത്തി ഡെലിവറി ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞ് സിസേറിയനായിരുന്നു. 5 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്താണ് അവർക്ക് ചെറുതായിട്ടൊരു ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ വന്നു, വേദനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തൊക്കെ നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് അഡ്മിറ്റ് ചെയ്ത് 2 ദിവസം കൂടെ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇന്ന് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഡിസ്ചാർജ് ആവും കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് നോർമലായിട്ട് അവൾ വരുന്നുണ്ട്. നല്ല വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അവർ അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ സ്റ്റിച്ചിട്ട സ്ഥലത്ത് ചെറുതായിട്ടൊരു പസ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് അവളെ അഡ്മിറ്റ് ചെയ്തതായിരുന്നു. അങ്ങനെ അതുകൊണ്ട് വീടും ഹോസ്പിറ്റലും അങ്ങനത്തെ ഒരു തിരക്കിട്ട ഇപ്പോൾ കുറച്ച് ദിവസം തിരക്കായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതാണ് കാരണം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇടാത്തത് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇട്ടത് ഒരു വളക്കാപ്പിൻ്റെ വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടത്. അവളുടെ വളക്കാപ്പ് വീഡിയോ ആണ് ലാസ്റ്റ് ഇട്ടത്. മാർച്ച് 7 തീയതിയാണ് അത് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഏതാണ്ട് ഇന്നതാ മാർച്ച് 6 തീയതിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഏപ്രിൽ 6 തീയതിയാണെന്ന്. അപ്പോൾ ഏതാണ്ട് 1 മാസമായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇത്രയും നാളും നമ്മളെ കാണാതിരിക്കുമ്പോൾ അന്വേഷിക്കാനും ഒക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ ചേട്ടൻ ഇവിടെ ഇല്ല. ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടനും കവിയൊക്കെ പോയി. ഡെലിവറി കഴിഞ്ഞ സമയത്തിന് ചേട്ടനും കവിയൊക്കെ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഈ മെസ്സേജ് സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് ചേട്ടൻ അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. അയച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നത് നമ്മളെ അന്വേഷിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ തിരക്കുന്നുണ്ട്, അതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. കുറേ പേര് എനിക്ക് ഇൻബോക്സിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്താണ് വീഡിയോ ഇടാത്തതെന്ന്. അപ്പോൾ ഇതാണ് കാരണം കേട്ടോ. അപ്പോൾ ആരും ഒന്നും വിചാരിക്കരുത്, എല്ലാവരോടും എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ രാവിലെ ഞാനും പൊന്നൂസും കൂടെ അതാ കാപ്പി വാങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ. അവൻ രാത്രി ഉറക്കം കുറവാണ്, അവന് ഉറങ്ങത്തില്ല, ഇങ്ങനെ ഉണർന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാനും അമ്മയും കൂടെ ഇങ്ങനെ മാറി മാറി ഇരിക്കും കേട്ടോ. നല്ല രസമുണ്ടാവും. നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ കുടുംബത്തിൽ പെൺമക്കളാണുള്ളത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവനെ കണ്ടപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ കവിയാണ് അവൻ ആദ്യമായിട്ട് പോയി എടുക്കുന്നത്. അവനെ എടുക്കാനായിട്ട് ആ സന്തോഷത്തിൽ അവന് എടുക്കാനുള്ള ഇതുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ എന്നെ വിളിച്ച്, ഞാൻ കേട്ടോ ആദ്യം കുഞ്ഞിനെ എടുക്കണത്. അപ്പോൾ അവനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ എന്തോ അത് പറയാൻ പറ്റത്തില്ല, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അങ്ങനെ രാത്രി ഉറങ്ങത്തില്ല എന്നുള്ളൊരിതുള്ളൂ. രാത്രി ആണെങ്കിൽ അവനിങ്ങനെ ഉണർന്നിരുന്ന് കളിച്ചുകൊണ്ടിരിക്കട്ടെ, വേറെ കരച്ചിൽ ബഹളമൊന്നുമില്ല, ഉണർന്ന് കിടക്കാം. അപ്പോൾ ഞാനും അമ്മയും ഇങ്ങനെ മാറി മാറി ഇരിക്കും. അമ്മയ്ക്ക് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഉണർന്ന് ഇങ്ങനെ ഉറക്കം കുറവായി അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാനും കൂടെ ഇരിക്കുമ്പോൾ അമ്മയ്ക്കൊരു ഹെൽപ്പ് ആവുമല്ലോ. അങ്ങനെ രാവിലെ അവന് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും അവന് ഒരു ഇളം വെയിൽ കാണിച്ചിട്ട് ദേഹക്കൊപ്പി തുടച്ചെടുത്തതിന് ശേഷം എന്നിട്ട് അവന് ഉറങ്ങും കേട്ടോ.
അങ്ങനെ അതിനുശേഷമാണ് അമ്മ അവൻ്റെ അണഞ്ചിലെ തുണികളൊക്കെ കഴുകിയിരുന്ന സമയം കൊണ്ട് ഞാനും പൊന്നൂസും കൊണ്ട് കാപ്പി വാങ്ങാൻ വേണ്ടി വന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേടിയ ഹോസ്പിറ്റലിൻ്റെ 4 സൈഡിലുള്ള ഒരു കടകളിലെയും കാപ്പി കൊള്ളത്തില്ല. കാപ്പി എന്ന് വെച്ചാൽ ഒരു ഫുഡും കൊള്ളത്തില്ല, ഒരു ഹോട്ടലിലെ ഫുഡ് കൊള്ളത്തില്ല. എങ്ങനെയെങ്കിലും നമ്മൾ നേരെ വിസ്മയിലോ ശരവണ ഭവനിലോ പോയി വാങ്ങണം അവിടുത്തെ ഫുഡുകൾ. അപ്പോൾ രാവിലെ നമുക്ക് പെട്ടെന്ന് ധൃതി വിട്ട സമയത്ത് എനിക്കിപ്പോൾ ഡ്യൂട്ടി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഡ്യൂട്ടിയുള്ള സമയത്താണെങ്കിൽ എനിക്ക് രാവിലെ 9 മണിയാകുമ്പം ഞാൻ ഓഫീസിൽ പോകും. അപ്പോൾ ഫുഡൊക്കെ ഉച്ചയ്ക്കത്തേക്കുള്ളത് വിസ്മയിൽ നിന്ന് അല്ലെങ്കിലും വാങ്ങിക്കും. രാവിലെ വിപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത് നിന്നൊക്കെയാണ് ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ കാപ്പി, അപ്പവും സാമ്പാറും പിന്നെന്താ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയുടെ വാങ്ങിച്ചു. അങ്ങനെ ഇതാ കഴിച്ചിട്ട് നമ്മളതേടെ ഞാനും അമ്മയും പൊന്നൂസും കൂടെ നെയ്യാർ മെഡിസിറ്റിയിൽ പോകാനായിട്ടോ, കാട്ടാക്കട. അപ്പോൾ എനിക്ക് കുറച്ച് അവിടെ BP-യുടെയും തൈറോയിഡിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഞാനിങ്ങനെ അവിടെ ഒരു ഡോക്ടറെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടെ പോയതാണ്. അപ്പോൾ അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവൾ അച്ഛന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞിനെ നമ്മളും കൂടെ കൊണ്ടുവന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അങ്ങനത്തെ കാണിച്ചിട്ട് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ നമ്മൾ കഴിച്ചു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നേരെ ഒരു 3-4 മണിയൊക്കെ ആയപ്പോൾ നേരെ പാർക്കിൻ്റെ അവിടെ വന്നിരുന്നു. നേരിട്ട് ഹോസ്പിറ്റലിൻ്റെ അകത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ചിട്ട് ഞാനും അഞ്ജനയും അഖിൽ ചേട്ടനും പൊന്നൂസും കൂടെ നേരെ സിനിമ കാണാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ. എമ്പുരാനാണ് കാണാൻ വേണ്ടിയിട്ട് വന്നത്. എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്താണ് ഇത് നെഗറ്റീവ് കമൻറ്റ് വരുന്നതെന്ന് അറിയണമല്ലോ, അതുകൊണ്ട് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ കളിയിക്കവിള തിയേറ്ററിലാണ് കേട്ടോ വന്നത്. കളിയിക്കൽ വന്നപ്പോൾ തന്നെ ഇതാ ഡേറ്റും താഴെ അതിൽ തന്നെ ഒരു 5 തിയേറ്റർ ഉണ്ട് അതിനകത്ത്. അതിൽ ഏറ്റവും ചെറിയ തിയേറ്ററിലാണ് ഇപ്പോൾ എമ്പുരാൻ ഓടണത്. നമ്മൾ വന്നപ്പോൾ അവസ്ഥ കണ്ടല്ലോ, ഇതാണ് ഇപ്പോൾ തിയേറ്ററിൽ എമ്പുരാൻ ഓടുന്ന അവസ്ഥ. ആരുമില്ല. അത് കഴിഞ്ഞിട്ടൊരു എണ്ണിയ ഒരു 50 പേര് കാണും, അത്ര 50 പേർക്ക് അകത്തേ ഉണ്ടാവുള്ളൂ. അത്ര ആൾക്കാരാണ് അന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ. അങ്ങനെ ഞാനും നമ്മൾ 4 പേരും കൂടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചായ കുടിച്ചിട്ട് വന്നതുകൊണ്ട് ഒരു 6-6:30 മണിക്കുള്ള ഷോയ്ക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ നമ്മളിതാണ്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ ഷോ തുടങ്ങി, നമ്മളിത് കണ്ടു. എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ഹാഫ് വളരെ ബോറായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് പിന്നെ അവരുടെ പ്രതികാരങ്ങളും ഒക്കെ അങ്ങനെ നടന്നു പോകുന്നൊരു സിനിമയാണ്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ കൊള്ളാം എന്ന് കേട്ടാൽ ആവറേജ് അത്രയേ ഉള്ളൂ. സിനിമ വലിയ ഇതൊന്നുമില്ല, കുഴപ്പമില്ല എന്നേ ഉള്ളൂ. പക്ഷേ നല്ല ഡയറക്ഷനും അതൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊള്ളാം കേട്ടോ. പക്ഷെ കഥ വന്നിട്ട് നമുക്ക് ഒരു ആവറേജ് അത്രേ പറയാനുള്ളൂ. അങ്ങനെ നമ്മളിതാ വീണ്ടും റൂമിലേക്ക് വന്നു. ഞാനും പൊന്നൂസും, അമ്മയുണ്ട്, അവർ ഉറങ്ങുകയാണ്, അമ്മയും കുഞ്ഞും. അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിലാണ് കേട്ടോ. നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. അതിവിടെ വന്ന് അമ്മയായിട്ട് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ അപ്പോഴത്തേക്കും നെല്ലിക്ക അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നെല്ലിക്ക ഉപ്പിലിട്ടത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട് നെല്ലിക്ക ഉപ്പിലിട്ടത് കൊണ്ടുവന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. അത് പൊന്നൂന് അപ്പോഴപ്പോഴായിട്ട് നെല്ലിക്ക അവൾ കഴിക്കുന്ന അച്ചാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നെല്ലിക്കയാണ് അവൾ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ എനിക്ക് കുറച്ചെടുത്ത് എനിക്ക് വായിൽ വെച്ച് തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ കൊച്ചു വീഡിയോ ആണ്. ഞാൻ പിന്നെ ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രീഷ്മ, അനു, ഇങ്ങനെയുള്ള ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കാരണം. ഗ്രീഷ്മ, അനുവൊക്കെ കുറേ പ്രാവശ്യം എന്നും മെസ്സേജ് ഇടുക എന്താണെന്ന്. പക്ഷേ എനിക്ക് റിപ്ലൈ 2-3 പ്രാവശ്യം കൊടുത്തു. പിന്നെ വീണ്ടും ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പിന്നെ നേരിട്ട് വന്നിട്ട് ഓൺ വോയിസിൽ പറയാമെന്ന് വിചാരിച്ചത്. ഇതാണ് കേട്ടോ കാരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.